ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം കുറേ ദിവസമായിട്ട് എടുക്കണമെന്ന് വിചാരിച്ച ഒരു വ്ളോഗാണ്, ഡേ മൈ ലൈഫാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഭയങ്കര മഴയായതുകൊണ്ട് എടുക്കണോ വേണ്ടായോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. എന്തായാലും എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് ഗൈസ്. അപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റു. ഒരു 7:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. മഴയല്ലേ, കുറച്ച് നേരം കൂടെ കിടക്കാം, വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഒരു 7:30 ഒക്കെ ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നും അവിടെ ക്ലീൻ ചെയ്തിടാറുണ്ട്. അപ്പോൾ രാവിലെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകെ തന്നെ ഇച്ചുക്കുട്ടനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം പല്ലൊക്കെ തേപ്പിച്ചിട്ട് ശരിക്കും അവനെ തോളയിലൊക്കെ കിടത്തി, അങ്ങനെ ആശാൻ ഒന്ന് എനർജി ആവത്തുള്ളൂ. കുറച്ച് നേരമൊക്കെ അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചതിന് ശേഷമാണ് ഞാൻ അവന് ഫുഡ് കൊടുക്കാറ്. ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ഫുഡ് കൊടുക്കത്തുള്ളൂ. അതുവരെ അവൻ്റെ കൂടെ ഞാനിങ്ങനെ ഇരുന്ന് കളിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ഹോം റെമഡീസ്, അതായത് ഫേസിലെ ടാനും കാര്യങ്ങളും ഒക്കെ മാറാനായിട്ട് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് പറയുമോ എന്ന്. കാരണം ഞാൻ ലൈവിൽ പോകുന്നത് കൊണ്ട് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കും, ഫേസ് എന്താ ഭയങ്കര ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട്, ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ കുറേ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വീഡിയോ തീർച്ചയായിട്ടും ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം അവിടെ ക്ലീൻ ചെയ്തിടുക എന്നുള്ളൊരു മെയിനായിട്ടുള്ളൊരു ദൗത്യമുണ്ടല്ലോ. അപ്പോൾ ഞാനത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടു. രാവിലെ തന്നെ റൂമും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തിടും. നോർമലി എനിക്ക് വൈകിട്ടാണ് കുറച്ചും കൂടെ എളുപ്പം റൂമും എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ ഇടാനായിട്ട്. നോർമലി വൈകുന്നേരമാണ് കേട്ടോ കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. കാരണം രാവിലെ എനിക്ക് ചില ടൈമിൽ പറ്റില്ല, കുഞ്ഞിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഇരിക്കണം. അവന് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ വേണമെന്ന് അവനൊരു വാശിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അടിപൊളി ഒരു റെമഡിയാണിത്. ഒരു നാരങ്ങ നീര് ഒരു പകുതി മതിയാകും കേട്ടോ. അതിൻ്റെ കൂടെ തക്കാളിക്കായും നമ്മുടെ വീട്ടിലുള്ള ബ്രൂ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം അത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് അത് കഴുകി കളഞ്ഞതിന് ശേഷം നല്ലൊരു റിസൾട്ടാണ്. ഞാൻ എപ്പോഴും 1 വീക്ക് കൂടുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം. കാരണം ആഴ്ചയിൽ ഒരു 3 ഡേയ്സ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഒരു ദിവസം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും റിസൾട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് ഫേസിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനതുകൊണ്ടാണ് വെട്ടത്ത് നിന്ന് തന്നെ നിങ്ങളെ അത് കാണിച്ചു തരുന്നത്. നല്ലപോലെ ഫേസ് നല്ലപോലെ ക്ലിയർ ആവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ശേഷം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി. ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ന് ചക്കക്കുരു മെഴുക്കുവരട്ടിയും അവിയലും പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമോരും ഒരു നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തിടുക എന്നുള്ളൊരു പതിവുണ്ട്. നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. പിന്നെ ഇപ്പം പുതിയതായിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ലൈക്ക് അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇനി നമ്മുടെ അടുക്കളയും കൂടെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ട് വേണം ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ചെയ്യാനായിട്ട്. താഴെ നമുക്ക് പോകണം, കാറൊന്ന് വാഷ് ചെയ്യണം. എന്താകും എന്നൊന്നും എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഒരു 6-7 വർഷമായി ഞാൻ ഈ കാറ് കഴുകിയിട്ട് തന്നെ. നേരത്തെ ഞാൻ കഴുകുമായിരുന്നു, വീട്ടിൽ വെച്ച് തന്നെ കഴുകുമായിരുന്നു. ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാൻ വീണ്ടും കഴുകുന്നത്. പപ്പ പുറത്ത് പോയി കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ചെയ്തോളാം, ഇന്നത്തെ എൻ്റെ ഒരു ജോലിയല്ലേ എന്ന് ഓർത്തിട്ട് ഞാനത് ചെയ്യാമെന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാറൊന്ന് വാഷ് ചെയ്യാനായിട്ട്. ഇന്ന് സൺഡേ ആണ്. അപ്പം കാറൊന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനോർത്ത് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ രീതിയിലുള്ളൊരു തട്ടിക്കൂട്ട് രീതിയിലുള്ള ഒരു
വാഷിങ്ങും കാര്യങ്ങളും ആട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കാറിൻ്റെ ബിഫോർ ലുക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാരണം ഒരു ടൂർ പോയതിന് ശേഷം ഇതാണ് അതിൻ്റെ കോലം എന്ന് പറയാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ക്ലീൻ ചെയ്തിട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് ആലോചിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശമാണ് നിങ്ങളെ ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള മാറ്റും കാര്യമൊക്കെ എടുത്ത് നല്ലപോലെ കഴുകണം. കാരണം ഇപ്പം നല്ല വെയിലുണ്ട്. അപ്പോൾ ആ വെയിലുള്ള സമയത്ത് നമുക്കിത് പെട്ടെന്ന് കഴുകി ഇടുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പം നമുക്ക് കാറിൽ തന്നെ അത് ഇടാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കണില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഓർക്കും ഞാൻ എന്താ ആ വീഡിയോ കഴുകുന്ന വാഷ് ചെയ്യുന്നത് കാണിക്കാത്തതെന്ന്. വേറെ ഒന്നും കൊണ്ടുമല്ല, നല്ല വെയിലുണ്ട് ഈ സമയത്ത്. അപ്പോൾ വെയിലുള്ള സമയത്ത് ഇത് പെട്ടെന്ന് കഴുകി കഴിഞ്ഞാൽ നമുക്കത് വേഗം ഉണങ്ങിക്കിട്ടും. അപ്പം വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ നമ്മളിത് കഴുകാനായിട്ട് ആദ്യം ഷാമ്പു ആണ് ആ വെള്ളത്തിൽ ഒഴിക്കുന്നത് തന്നെ. എന്നിട്ട് കാറ് ഫുള്ളും നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് കുളിപ്പിച്ചെടുക്കാം ഗൈസ്. അപ്പോൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് അകം ഫുള്ളും ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പുറം കഴുകാമെന്നൊരു പ്ലാൻ വന്നു. കാരണം എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 7 വർഷം ബാക്കാണ് ഞാൻ ഈ കാറ് കഴുകുന്നത്. ഏതാന്നൊക്കെ എന്താ പറയുന്നത്, ഒരു ടെൻഷൻ ഉണ്ടാകുമല്ലോ. അപ്പം പപ്പായ്ക്ക് നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹവും വാശിയും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ എനിക്ക് ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ എന്താ ചോദിച്ചാൽ, എൻ്റെ പപ്പായുടെ മമ്മിയുടെ കൂടെയാണ് ഇച്ചുമോനെ ഇരുത്തിയിരിക്കുന്നത്. അവൻ ഏത് നിമിഷവും താഴെ വരാമെന്നുള്ളൊരു എന്താ പറയുന്ന ഒരു സങ്കടമുണ്ട്. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവൻ എൻ്റെ നൈറ്റിയിലോ അല്ലെങ്കിൽ എൻ്റെ ടോപ്പിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് സത്യമെന്ന് പറയാനായിട്ട്. അപ്പോൾ പപ്പാ മമ്മിയൊക്കെ ഉള്ളതുകൊണ്ട് കളിപ്പിച്ച് അങ്ങനെയൊക്കെ ഇരുത്തിക്കുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഇടയ്ക്ക് വരും. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവൻ ഇറങ്ങി വരുന്നതിന് മുമ്പേ ഫുള്ള് ക്ലീൻ ചെയ്തിടണം എന്നുള്ളൊരിതാണ്. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഡേ മൈ ലൈഫ് ആയാലും എല്ലാ വീഡിയോസ് എടുക്കുമ്പോഴും എന്താണ് ചിരിക്കാത്തതെന്ന്. ചിരിക്കാത്ത വേറൊന്നും കൊണ്ടുമല്ല, നമ്മുടെ ജോലി വേഗം തീർക്കണം എന്നുള്ളതാണ്. ഞാൻ പക്ഷേ ശ്രമിക്കാറുണ്ട് ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ. ഇനി ഞാൻ ശ്രമിക്കാം അടുത്ത വീഡിയോയിൽ ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാനും ഒക്കെ. ഇപ്പോൾ നമുക്ക് അകത്തെ പരിപാടികൾ ചെയ്യാം ഗൈസ്. അപ്പോൾ അകത്തുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മഞ്ഞ ഇതായിട്ട് കാണുന്ന ചെറിയൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മത്തായി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. മെയിനായിട്ട് അതിൻ്റെ പേരിട്ടത് തന്നെ മിന്നുമോളാണ് കേട്ടോ. അപ്പോൾ അവളാണ് ഈ പേരിടുന്നത് മത്തായി എന്നുള്ളത്. നല്ല രസമാണ്. കുറച്ച് നേരം കട്ടറൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വണ്ടി മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ അനങ്ങും. അപ്പോൾ നല്ല രസമാണ് അതിനെ കാണാനായിട്ട്. പിന്നെ ആ റെഡ് കളറിലുള്ളത് വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ കറങ്ങും. ചില സമയത്ത് അത് കറങ്ങാറില്ല, അതിന് തോന്നണം കറങ്ങണമെങ്കിൽ. അപ്പോൾ ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്തെ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടാണ് ഫുള്ള് ക്ലീൻ ചെയ്യുന്നത്. അകത്ത് നല്ലപോലെ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്ത് അതിൽ കയറുന്നതല്ലേ. അപ്പോൾ അതിൽ നല്ലപോലെ പൊടിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ട് നമുക്ക് പുറത്തുള്ള പരിപാടി ചെയ്യണം. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാനത് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു 10 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു. അപ്പോൾ നമ്മൾക്ക് പുറമൊക്കെ കഴുകി വൃത്തിയാക്കണം. ഞാൻ കുറച്ചും കൂടി ഷാമ്പു യൂസ് ചെയ്യുകയാണ് ഇതിന് പുറം കഴുകാനായിട്ട്. പക്ഷേ ഞാൻ എത്രത്തോളം ഒഴിക്കും തോറും അത് എന്തോ പതയുന്നില്ല. എന്ത് പറ്റിയെന്നറിയില്ല. അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടാണോ അത് വെള്ളം കൂടിയിട്ടാണോ എന്നറിയില്ല, പതയുന്നില്ലായിരുന്നു. പിന്നെ ഒരുമാതിരി നല്ല രീതിയിലൊക്കെ കഴുകിയെടുത്തു എന്ന് തന്നെ പറയാം. അങ്ങനെ ഫുള്ള് ഞാൻ ഷാമ്പൂ ഇട്ട് ഫുള്ള് കഴുകി കുട്ടപ്പനാക്കി. ഇനി വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഫുള്ള് എടുക്കണം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് വരുന്ന കുറേ പേരുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ കാറ് കഴുകി ക്ലീൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം അടുത്തൊരു ഡേ മൈ ലൈഫായിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.